കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്കക്കുരും സോയാബീനും കൊണ്ടുള്ളൊരു മസാലക്കറിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. 25 ചക്കക്കുരു തോലൊക്കെ കളഞ്ഞിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാം സോയാബീനും 2 തക്കാളിയാണ് ഈ കറി ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ സോയാബീൻ ഒന്ന് പുഴുങ്ങിയെടുക്കണം. അതിനൊരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് അങ്ങനെ വെക്കുക. ഇത് ചെറിയ ബോൾസ് സോയാബീനാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ തന്നെ കറിയിലിട്ടാൽ മതി. ഇപ്പം തിളച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഊറ്റി മാറ്റുക. അതവിടെ നിൽക്കട്ടെ. ഇനി ചക്കക്കുരു കഴുകിയിട്ട് കുക്കറിലിടുക. വേവാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് മൂടിയിട്ടിട്ട് 3 വിസിൽ കയറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഒരു മുറി തേങ്ങ, 8 അല്ലി വെളുത്തുള്ളി, 5 ചുവന്നുള്ളി, ഇത്രയൊക്കെയാണ് അരപ്പിന് വേണ്ട സാധനങ്ങൾ. ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിന് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങ വറുത്തെടുക്കുക. ഇതൊരു കൊട്ടത്തേങ്ങ പോലത്തെ തേങ്ങ അതിനെക്കൊണ്ട് പൂണ്ടിട്ടാണ് ഞാനിത് വറുക്കാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഇതൊരു നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ആ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണ് വലിയ ജീരകം, പെരുംജീരകം എന്ന് പറയും, അതിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂപ്പിക്കുക. ഇപ്പം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും തേങ്ങയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിൽ പൊടികൾ ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 2 ടീസ്പൂണ് മുളക് പൊടി. ഇതൊക്കെ ഇട്ടിട്ട് പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊക്കെ ഇടുമ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ, മറ്റേ പൊടി കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോഴേക്കും കുക്കർ വിസിലൊക്കെ വന്നിട്ട് ആവിയൊക്കെ പോയിട്ടുണ്ട്. ചക്കക്കുരു നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പുഴുങ്ങി വെച്ച സോയാബീൻ ഇട്ട് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടിയിട്ടിട്ട് ഒരു വിസിൽ കയറ്റിയെടുക്കുക. അതവിടെ നിന്നാവട്ടെ. അപ്പോഴേക്കും അരയ്ക്കാനുള്ളതൊക്കെ ചൂടാറിയിട്ടുണ്ട്. മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. അപ്പോഴേക്കും കുക്കറിലൊരു വിസിൽ വന്നിട്ട് ഈ സോയാബീനും ചക്കക്കുരൊക്കെ നല്ലോണം വെന്ത് യോജിപ്പായിട്ടുണ്ട്. ഈ തക്കാളി ആ സമയത്ത് ഇടേണ്ടതായിരുന്നു കേട്ടോ, അത് ഞാൻ മറന്നു പോയതാണ്. തക്കാളി ഇപ്പോഴാണ് ഇട്ട് കൊടുക്കണത്. ഇനി അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ അരപ്പിൻ്റെ പാത്രത്തിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. ഈ ലേശം ഉപ്പ് പോരായ്മ ഉണ്ടായിരുന്നു. ഉപ്പ് നോക്കിയപ്പോൾ അപ്പോൾ ലേശം ഉപ്പിട്ട് കൊടുക്കുക. ലേശം കറിവേപ്പില ഇടുക. എന്നിട്ട് നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ അരപ്പൊക്കെ തിളച്ചിട്ട് കഷ്ണത്തിലേക്കൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട്. ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്കൊരു വറവ് ചേർത്തി കൊടുക്കണം. അതിന് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് മൂത്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു അടിപൊളി ചക്കക്കുരു സോയാബീൻ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇറച്ചിക്കറിക്ക് സമമായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. ഈ കറി തണുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ പാത്രത്തിലേക്ക് ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ലോണം കുറുകി വറ്റിയിട്ട് ഈ ഒരു പാകത്തിലാണ് ഉള്ളത്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, അഭിപ്രായം അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ.